വീട്ടിൽ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് ഡയമണ്ട് കട്ട്സ്, ഇല്ലെങ്കിൽ നിംകി നംകീൻ എന്നും പറയും. ദീപാവലിക്ക് നമുക്ക് എരിവുള്ള കൂട്ടത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന വളരെ ക്രിസ്പി ആയിട്ടുള്ള ഈ 4 മണി പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അതിനായിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് സ്വാദിനാവശ്യമുള്ള ഉപ്പും കായപ്പൊടി, മുളക് പൊടി അവരവർക്ക് എരിവിനാവശ്യമുള്ളത്, കറുത്ത എള്ളോ വെള്ള എള്ളോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഇതിൽ ഞാൻ ഇപ്പോൾ രണ്ടും ശകലം ചേർത്തിട്ടുണ്ട്. കൂടെ 1/2 ടീസ്പൂൺ അയമോദകം കൂടെ ചേർക്കണം. കയ്യിൽ വെച്ച് ഇതുപോലെ നന്നായിട്ട് തിരുമ്മി ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ മണം നന്നായിട്ട് കിട്ടും. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നല്ല ചൂടാക്കിയ എണ്ണ 2 ടേബിൾ സ്പൂൺ ചേർക്കുക. നല്ല തിളയ്ക്കുന്ന എണ്ണയായിരിക്കണം. അപ്പം നമ്മൾ തയ്യാറാക്കി വരുമ്പോൾ ഇത് നല്ല മൊരുമൊരുപ്പായിട്ട് വരികയും ചെയ്യും. ചൂടുള്ള എണ്ണ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് എണ്ണ ആ മാവിലേക്കൊന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നല്ല കട്ടിക്ക് എന്നാൽ നല്ല സ്മൂത്തായിട്ടും ഇരിക്കണം. പൂരിയുടെയൊക്കെ മാവ് കുഴച്ചെടുക്കുന്നത് പോലെ നല്ല കട്ടിക്കുള്ള മാവ് കുഴച്ചെടുക്കുക. ഏകദേശം 3/4 കപ്പിൻ്റെ ശകലം കൂടുതൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല കട്ടിക്ക് കുഴച്ച് ഒരു അരമണിക്കൂറോളം മാറ്റി വയ്ക്കുക. അപ്പം മാവൊന്ന് സെറ്റായിട്ട് കിട്ടുകയും ചെയ്യും. അരമണിക്കൂറിന് ശേഷം ഒന്നും കൂടെ കുഴച്ച് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി വയ്ക്കാം. ഏകദേശം ഒരു ചെറിയ ഓറഞ്ചിൻ്റെ വലിപ്പത്തിലുള്ള ഉരുളകളായിട്ടാണ് ഞാനിത് ഉരുട്ടിയെടുക്കുന്നത്. അപ്പം 5 ഉരുളകളോളം കിട്ടിയിട്ടുണ്ട്. ഇത് മാവ് തൂവി നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കാം. ഇതുപോലെ മാവ് തൂവി, ഒരുപാട് മാവ് തൂവണ്ട, ഏകദേശം ആവശ്യത്തിനുള്ള മാവ് മാത്രം തൂകിയാൽ മതി. ഇല്ലെങ്കിൽ എണ്ണയിൽ മാവ് ഒത്തിരി അങ്ങ് പൊടി താഴെ വരും. ഇതുപോലെ ആവശ്യത്തിന് മാവ് തൂവി നല്ല കനം കുറച്ച്, എത്രത്തോളം കനം കുറച്ച് പരത്താൻ പറ്റുമോ അത്രത്തോളം കനം കുറച്ച് തന്നെ പരത്തിയെടുക്കുക. അപ്പം നല്ല മൊരുമൊരുപ്പായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇതിപ്പോൾ സ്ക്വയറായിട്ട് വേണമെങ്കിൽ സ്ക്വയറായിട്ട് മുറിക്കുക. ഇതിപ്പം ഡയമണ്ടിൻ്റെ ഷേപ്പിലാണ് മുറിച്ചെടുക്കുന്നത്. ഇതുപോലെ കത്തി കൊണ്ട് മുറിച്ചെടുക്കുക. ഇതിപ്പം ഞാൻ പരത്തി എടുത്തിരിക്കുന്നത് പച്ചക്കറി അരിഞ്ഞിരിക്കുന്ന കട്ടിംഗ് ബോർഡിലാണ്. അത് തടി ആയതുകൊണ്ട് ഈ മാവ് അധികം ഒട്ടിപ്പിടിക്കാതെ കിട്ടുകയും ചെയ്യും. എണ്ണയിലേക്ക് നമ്മൾ ഇടുമ്പം ഒന്ന് ചരിച്ച് കൊടുത്തിട്ട് ഒന്ന് തട്ടിയിടുകയാണെങ്കിൽ എണ്ണയിലേക്ക് അത് തന്നെത്താനെ അങ്ങ് വീണ് കിട്ടിക്കോളും. അതുകൊണ്ടാണ് ഞാൻ ഈ കട്ടിംഗ് ബോർഡിൽ തന്നെ പരത്തിയെടുത്തത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് എണ്ണ ചൂടായിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. എണ്ണ നല്ല ചൂടായിരിക്കണം. അതിലേക്ക് നമുക്ക് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇതുപോലെ ചരിച്ചൊന്ന് തട്ടിക്കൊടുത്താൽ മതി. അത് മുഴുവനായിട്ട് ഒരു ലോട്ടിൽ അങ്ങ് വീണോളും. എത്രയാണോ എണ്ണ വെച്ചിരിക്കുന്നത് അതനുസരിച്ച് കഷ്ണങ്ങൾ ഇടുക. കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് ഒച്ചയടങ്ങുന്നത് വരെ വറുത്തെടുക്കുക. ഒച്ചയടങ്ങുക എന്ന് പറഞ്ഞാൽ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുമുണ്ട്. ഇതുപോലെ ഒച്ചയടങ്ങി കഴിയുമ്പം വറുത്ത് കോരി ഒരു ടിഷ്യൂ പേപ്പറിൽ വയ്ക്കാം. ചൂടോടെ വയ്ക്കുമ്പോൾ നമുക്ക് ആ ഗോതമ്പായതുകൊണ്ട് ഒരു ചെറിയ എണ്ണമയം അതിൽ കാണും. പക്ഷേ തണുത്ത് കഴിയുമ്പം അതിലൊട്ടും എണ്ണമയം കാണത്തില്ല. ഇതുപോലെ കോരി മാറ്റി വെച്ചിട്ട് അടുത്ത ബാച്ചും ഇതുപോലെ വറുത്തെടുക്കുക. നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ആ കട്ടിംഗ് ബോർഡ് ചരിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ തട്ടി കൊടുക്കുമ്പം കഷ്ണങ്ങൾ അതുപോലെ അങ്ങ് എണ്ണയിലേക്ക് വീണോളും. ഓരോന്നായിട്ട് എടുത്തിടേണ്ട ആവശ്യം വരത്തില്ല. ഇതുപോലെ എല്ലാം വറുത്ത് കോരി എടുക്കുക. ഇപ്പോൾ എത്ര ക്രിസ്പി ആണെന്ന് സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം. നല്ല മുരുമുരാന്ന്
തയ്യാറാക്കി കിട്ടിയിട്ടുമുണ്ട്. ഇതിൽ റവയോ ഒന്നും ചേർത്തിട്ടുമില്ല, ഗോതമ്പ് പൊടി മാത്രമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ശകലം കൂടെ മൂപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇതുപോലെ മൂപ്പിച്ചെടുക്കുക. അതിനും നല്ല ടേസ്റ്റാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഡാർക്ക് കളറായിരിക്കും. ഇല്ലെങ്കിൽ ഒച്ച അടങ്ങി കിട്ടുമ്പം നമ്മൾ വറുത്ത് കോരി എടുക്കുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് ലൈറ്റ് കളറിൽ എടുക്കാനും പറ്റും. ഇതുപോലെ എല്ലാ ബാച്ചും 5 ബാച്ചാണ് തയ്യാറാക്കിയിരുന്നത്. എല്ലാം വറുത്ത് കോരി എടുത്ത് തണുത്തതിന് ശേഷം നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇത് ഏകദേശം 1 മാസത്തോളം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനും, നല്ല ദീപാവലി സമയത്ത് ഇതുപോലെ എരിവുള്ള ഐറ്റംസിൽ ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം വളരെ പെട്ടെന്ന്. എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക.